വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എയർ കംപ്രസറിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. പോർട്ടബിൾ എയർ കംപ്രസറിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ടയറിൽ കാറ്റടിക്കാനൊക്കെയാണ് നമ്മൾ എയർ കംപ്രസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് എയർ കംപ്രസറുകൾ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു കംപ്രസർ ഉണ്ട്, അതിൻ്റെ പേര് മയൂർ ഗോൾഡ് എന്നാണ്. അപ്പോൾ ആമസോണിലൊക്കെ വാങ്ങിക്കാണ്ട് ഈ ഒരു കംപ്രസർ. അപ്പോൾ നല്ല ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ വരുന്ന ഈ ഒരു ചൈനൻ്റെ ഒക്കെ കുറേ എയർ കംപ്രസറുകൾ വരുന്നുണ്ട്, പോർട്ടബിൾ, കാണാനൊക്കെ നല്ല രസമുണ്ടാവും. അപ്പോൾ അതൊന്നും വലിയ യൂസ്ഫുൾ അല്ല, അതിനൊന്നും ലൈഫ് കുറവായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ ഒരു സംഭവം പക്കാ മെക്കാനിക്കൽ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. ഇതിൽ ഇലക്ട്രോണിക്സ് ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് ലൈഫ് കൂടുതലാണ്. ഈ ഇലക്ട്രോണിക്സ് ബോർഡ് വരുമ്പോഴേക്കാണ് ഇതിൽ കംപ്ലൈൻറ്റൊക്കെ കൂടാനുള്ള സാധ്യത. അപ്പോൾ ഇതിൽ പക്കാ മെക്കാനിക്കൽ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കംപ്രസറിൻ്റെ അകത്തുള്ള ഘടകങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. ഇപ്പോൾ വീഡിയോ കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ എയർ കംപ്രസർ. അപ്പോൾ ഇത് വളരെ ചെറിയൊരു സംഭവമാണ്. അതേപോലെ ഇതിൻ്റെ ആ ഒരു ഗേജ് സംഭവം കൊടുക്കണം. മയൂർ ഗോൾഡ് എന്ന് ഇതിൻ്റെ മേലെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ആമസോണിലൊക്കെ വാങ്ങിക്കാണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഈ സാധനം. കുറച്ച് കാലം ഞങ്ങളിത് യൂസ് ചെയ്യുന്നത്. സാധാരണ ഒരു കംപ്രസർ പോലെയല്ല, അത് ഒന്നുകൂടി നല്ല ക്വാളിറ്റി ഉണ്ട് ഈ സംഭവം. അതിനുള്ള പ്രൈസും ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ കുറച്ച് കാലം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഈ ഒരു 12 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയർ സാധനങ്ങളൊക്കെ കാണാം. അതേപോലെ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ട് ഓൺ ഓഫ് ആക്കാനുള്ള. നമുക്ക് ഡയറക്റ്റ് വാഹനത്തിൻ്റെ ബാറ്ററിയിൽ കണക്ട് ചെയ്യാം, പോസിറ്റീവും നെഗറ്റീവും. അതുപോലെ ഈ സൈഡിൽ ഇതിൻ്റെ ആ ഒരു സിലിണ്ടർ ഹെഡ്, അതേപോലെ ഈ ഒരു പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ഭാഗങ്ങൾ, അത് തണുക്കാനുള്ള ഫിങ്സൊക്കെ ഇവിടെ കാണാം. ഇത് ശരിക്കും ചൂടാവും. ശരിക്കും ചൂടാകുന്ന സമയത്ത് കുറച്ച് നേരം നമ്മൾ ഓഫാക്കി ഇടണം. ഇതിൻ്റെ ഡയലാട്ടോ, ഇവിടെ ഇതിൻ്റെ ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വാൽവ് നമ്മൾ ഈ ഒരു ടയറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ ഒരു മിഷൻ ഓണൊക്കെ ചെയ്യാം. നല്ല കപ്പാസിറ്റി ഉണ്ട് ഇതിന്. 4 ബാറിൻ്റെ മേലെ പമ്പ് ചെയ്യാനുള്ളൊരു പവറുണ്ട്. ഈ ഒരു സൈഡിലെ കവർ അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ സംഭവം കാണാം. ഇതിൻ്റെ കണക്റ്റിംഗ് റോഡും അതേപോലെ ഇതിൻ്റെ ക്രാങ്ക് വെബ് സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെ ഇതിൻ്റെ കണക്റ്റിംഗ് റോഡിന് ഒരു ബോൾ ബെയറിംഗ് ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് നല്ല സ്മൂത്തായിട്ടാണ് കറങ്ങുന്നത്. ഈ ഒരു കംപ്രസറിൻ്റെ വൈബ്രേഷൻ ലേശം കുറവാണ്, കാരണം അതിന് ക്രാങ്ക് വെബും ഇത് കറക്റ്റ് ബാലൻസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ആ ഒരു പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്മൂത്താണ്. നല്ല അലൂമിനിയത്തിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഈട് നിൽക്കുന്നുണ്ട്. ഇതിന് ലൈഫ് ലേശം കൂടുതലാണ്. ഞാൻ ഒരുപാട് ടൈം ഇത് യൂസ് ചെയ്ത്. അപ്പോൾ ഇതിലുള്ള ഇലക്ട്രിക് മോട്ടറാട്ടോ ഇതിനെ കറക്കുന്നത്. ഇതിങ്ങനെ കറങ്ങുന്ന സമയത്താണ് ഇതിൻ്റെ പിസ്റ്റ മേലേക്ക് താഴേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലുള്ള ആ ഒരു ഈ ഒരു ഹെഡ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ 4 സ്ക്രൂ അയച്ചിട്ടുണ്ടെങ്കിൽ ഇത് അയച്ചിട്ട് ഈ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ കാണുന്ന ഈ ഒരു സംഭവം ഇതിൻ്റെ വാൽവ് കേട്ടോ. അപ്പോൾ നടിയിൽ നിന്ന് കുത്തുന്ന സമയത്ത് ഇത് ഓപ്പണാകുന്ന കാണാം. അത് പിസ്റ്റനാണ്. അപ്പോൾ ആ പിസ്റ്റൻ്റെ ഹെഡിലാണ് ഈ ഒരു വാൽവ് ഉള്ളത്. ഇത് ഇല്ലറ്റ് വാൽവാണ്. അപ്പോൾ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ ഈ ഒരു എയർ ഇതിലൊന്ന് നിറയെ ചെയ്യും അതിൻ്റെ മേലെ, പിസ്റ്റൻ്റെ മേലെ. അപ്പോൾ പിസ്റ്റൺ മേലേക്ക് താഴേക്ക് പോകുന്ന സമയത്ത് ഈ എയറിനെ മേലേക്ക് വന്ന് നിറയും ചെയ്യും. ആ എയർ പിന്നീട് പുറത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു എയറിനെ പുറത്തേക്ക് തള്ളുന്നത്. ഇവിടെ കാണാം, ഇവിടെ സ്കൂട്ടർ കൊണ്ട് നല്ല ഇളക്കുന്ന സമയത്ത് ആ വാൽവൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആ വാൽവൊന്നും അത്ര പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്ന സാധനമൊന്നുമല്ല. ഇവിടെ കാണാം സാധാരണ ഈ വാൽവും ഈ ഒരു പിസ്റ്റൻ്റെ ആ റിങ്സൊക്കെ പെട്ടെന്ന് പോവുക. ഇത് കറക്റ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ ആവുന്നുണ്ട്, വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ വേറൊരു വാൽവുണ്ട് ഇതിൻ്റെ മേലെ വരുന്നത്. ഇതിനകത്ത് ഒരു പ്രഷർ വാൽവുണ്ട്. ഇതാണ് ഈ ഔട്ട്ലെറ്റ് വാൽവ് എന്ന് പറയും. ഇതാണ് പുറത്തേക്ക് ആ ഒരു എയർ, ഈ വാൽവ് വഴിയാണ് ആ എയർ പുറത്തേക്ക് പോവുക. അപ്പോൾ അതിന് സീല്, ഓറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. അത്ര പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നതല്ല. ഞാൻ അപ്പോൾ ഒരുപാട് ടൈം യൂസ് ചെയ്ത് അപ്പോൾ എന്നിട്ട് വെറുതെ ഒന്ന് അയച്ചു നോക്കിയാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഗ്രീസൊക്കെ ഇട്ടൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിസ്റ്റൺ അങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ലേശം ഗ്രീസൊക്കെ ഇട്ട് കൊടുക്കണം, ലേശം ഓയിലൊക്കെ. ഇതതിൻ്റെ ഹെഡ് ഇട്ടോ, ഈ ഹെഡ് വഴിയാണ് ഈ ഒരു എയർ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരിക. ഹെഡിൻ്റെ മേലെ കുറേ ലൈൻസ് ഇങ്ങനെ കാണാം. അത് ഇതിനെ തണുപ്പിക്കാനുള്ള ലൈൻസ് ആട്ടോ. ഇതിൻ്റെ മോട്ടറിൻ്റെ കേസ് ആട്ടോ. ഇപ്പം മോട്ടർ നല്ല ക്വാളിറ്റി ഉള്ള മോട്ടർ ആട്ടോ. അപ്പോൾ മോട്ടർ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു കവർ അയച്ചിട്ടുണ്ടെങ്കിൽ ആ മോട്ടറിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ കാണാം. മോട്ടറിൻ്റെ അകത്ത് ഒരു ആർമേച്ചർ വൈൻഡിങ്ങും അതേപോലെ 2 മാഗ്നറ്റുള്ളത്. വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ഇലക്ട്രോണിക്സ് പാർട്സുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വേണമെങ്കിൽ റിപ്പയർ ചെയ്യാം. അതിൻ്റെ അകത്തുള്ള ബ്രഷോ, ഇതിൻ്റെ ബ്രഷൊക്കെ പോവുള്ളൂ. ഇതിൻ്റെ ബ്രഷ് സംഭവങ്ങളൊക്കെ ഉള്ളത്. ഈ ബ്രഷൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ബ്രഷൊക്കെ വാങ്ങിക്കാൻ കിട്ടും. മോട്ടറിന് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല ശക്തിയിൽ എയറിനെ പമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മോട്ടറിൻ്റെ അകത്തും ഒരു ഫാനിൻ്റെ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കമ്മ്യൂട്ടറിൻ്റെ മേലെ കാണാം
ആ ഒരു ഏരിയയിൽ ഒരു ഫാനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ശരിക്കും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടർ ശരിക്കും ചൂടാവും ഈ ഒരു എയർ കംപ്രസർ മേലെ ലോഡ് കൂടുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള ഘടകങ്ങൾ. ആ മോട്ടറാണ് ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് പോലത്തെ സംഭവത്തിനെ കറക്കുന്നത്. ഇത് വളരെ സിമ്പിളാട്ടോ ഈ ഒരു സംഭവം. ഒരു ഇലക്ട്രിക് മോട്ടറുണ്ട്, ഒരു ചെറിയൊരു കംപ്രസർ സംഭവം, ഒരു പിസ്റ്റണും ഒരു ചെറിയ സിലിണ്ടർ, ചെറിയ 2 വാൽവ് മെക്കാനിസം, അത്രയും അതിൻ്റെ അകത്തുള്ളൂ. ഇതാണ് ഒരു പോർട്ടബിൾ എയർ കംപ്രസർ. നല്ല ക്വാളിറ്റിയുള്ള എയർ കംപ്രസറാണ്. പിന്നെ ചൈനയുടെ കുറേ കംപ്രസറുകൾ വരുന്നുണ്ട്, കാണാനൊക്കെ നല്ല രസമായിരിക്കും. ലൈറ്റും ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് അടിച്ചു കിട്ടും, അതിന് ലൈഫ് കുറവാണ്. അത് ഇതിൻ്റെ ഡയൽ ഗേജൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഈ ഒരു കമ്മ്യൂട്ടേറ്റർ, ഈ ഒരു വൈൻഡിങ് സംഭവം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല കോപ്പർ വയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അലൂമിനിയത്തിൻ്റെ കേസിങ് ഇവിടെ കാണാം. നല്ല രസമുണ്ട് ഇത് കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന്. ഇവിടെ ഇതിൻ്റെ ആ ഒരു പിസ്റ്റണും കണക്റ്റിംഗ് റോഡും കാണാം. ഇത് ഇങ്ങനെയാട്ടോ അത് മൂവ് ചെയ്യുക. ഈ ഒരു പിസ്റ്റൺ മേലേക്ക് താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. ഇങ്ങനെയാണ് ഈ ഒരു പെട്രോൾ എഞ്ചിനിൽ, ഡീസൽ എഞ്ചിനിലൊക്കെ ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നല്ല വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എയർ നല്ല തള്ളിച്ചിട്ടുണ്ട്. 4 ബാറിൻ്റെ അടുത്ത് തള്ളുന്നുണ്ട് ഇതിൻ്റെ എയർ. നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക.